അല്ല ഇപ്പൊ എന്റെ അടുത്ത് തീർക്കുന്നു, അതല്ലേ സത്യം? അയ്യോ അങ്ങനെയല്ല, അത് ഐ നോ വസുന്ധര. ആദ്യം താനൊന്ന് റിലാക്സ് ആവും. ജസ്റ്റ് ചിൽ, ടേക്ക് എ ഡീപ് ബ്രീത്ത്, റിലാക്സ്, ബ്രീത്ത് ഔട്ട്. കുറച്ചു നേരം കാമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക. എന്തായാലും ഞാനിരിക്കല്ലേ, തന്റെ എഫർട്ട് ഒരിക്കലും ഫെയിൽ ആവില്ല. കോമ്പറ്റീഷനിൽ അനു ഉണ്ണിയും തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. ഇനി ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ പോലും എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നേ? ഓക്കെ ഓക്കെ, ജയിച്ചിരിക്കും. താൻ കോൺഫിഡന്റ് ആയിട്ടിരിക്കണോ. ആദ്യം ഒന്ന് റിലാക്സ് ആവും. ഉണ്ണി ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അനു ജയിക്കണം. അവൾക്ക് ഞാൻ പ്രോമിസ് കൊടുത്തതാ. അനു മാത്രല്ല കേട്ടോ, നമ്മുടെ ഉണ്ണിയും തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. ഓക്കെ, താൻ ടെൻഷൻ ആവുമെങ്കിൽ കുട്ടികളും ടെൻഷൻ ആവും. അതുകൊണ്ട് താൻ കൂളായിട്ടിരിക്കണം. ഡോണ്ട് ബി പ്രഷർ. ഫസ്റ്റ് ഏട്ടൻ റെഡിയാകു. എത്ര നേരം വേണോടോ? 5 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയായി വരും. റെഡിയാവാനായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? പാന്റ് ഷർട്ടും എടുത്തങ്ങ് ഇടണം, അത്രയല്ലേ ഉള്ളൂ. ഏട്ടൻ 5 മിനിറ്റ്സ് അല്ല, 1/2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. സിനിമയിലെ ഹീറോയെ പോലെയല്ലേ ഒരുങ്ങുന്നേ? ഞാൻ ഹീറോ ആണോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ താൻ എന്തായാലും ഹീറോയിനെ പോലെ റെഡി ആവണം. പെട്ടെന്ന് റെഡിയാകണേ. എന്നാലും ഹീറോയെ പോലെ റെഡിയാകണം. വല്യമ്മ, നമുക്ക് 3 പേർക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോളൂ. ദൈവമേ, ഇന്ന് എങ്ങനെയെങ്കിലും അനുവിനെ ജയിപ്പിക്കണം. ദൈവമേ, ഇന്നത്തെ എല്ലാ ഗെയിംസിലും അനുവും ഉണ്ണിയും ജയിക്കണേ. ദൈവമേ, ഇന്നെനിക്ക് ജയിക്കണം. എനിക്ക് അമ്മയെ കാണണം. കണ്ടില്ലേ ആന്റി, കോമ്പറ്റീഷന് ജയിക്കാൻ വേണ്ടി 3 പേരും കൂടി പ്രാർത്ഥിക്കുന്ന കണ്ടോ? ഇനി ദൈവം വിചാരിച്ചാലും ഇവരൊന്നും ജയിക്കാൻ പോകുന്നില്ല. നമ്മളതിന് സമ്മതിക്കില്ലല്ലോ. നിങ്ങള് ദൈവത്തോട് എന്താണോ പ്രാർത്ഥിച്ചത് അത് ഉറപ്പായും അതുപോലെ നടക്കും. ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾ സ്കൂളിൽ പോകാൻ റെഡിയായോ? ദൈവത്തോട് സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തമ്മേ. ഉണ്ണി, അനു, കീർത്തി 3 പേരും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കും. ഗോഡ് ബ്ലെസ് യു കുട്ടികളെ. എഴുന്നേക്ക്. എന്നവാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ 3 പേരും ജയിക്കാൻ വേണ്ടി ഞാൻ അനുഗ്രഹിക്കുക. ഇവര് 3 പേരും ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും ഇനി ഏട്ടത്തെ അനുഗ്രഹിച്ചാൽ പോലും ഇവര് ജയിക്കൂന്ന് തോന്നുന്നുണ്ടോ? എന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നേ? നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ? കുട്ടികളെ പറ്റി ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അത് ഹാർഡ് വർക്ക് ചെയ്യാതെ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നാ ആന്റി ഉദ്ദേശിച്ചത്. അതന്നെ. സ്കൂളിൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടി കുട്ടികള് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടമ്മേ. വസു ഇവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്.
ഉണ്ണി, അനു, കീർത്തി റെഡിയല്ലേ? അനു, കീർത്തി, ഉണ്ണി, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ കേട്ടോ. എന്റെ അടുത്തുനിന്ന് അനുഗ്രഹവും വാങ്ങി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാ പോയിട്ട് വരാം മുത്തശ്ശി. ബൈ. ആ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നു. ആ ഞങ്ങളും കൂടി വരാം. നിങ്ങളെന്തിനാ? കുട്ടികൾ നന്നായിട്ട് മത്സരിക്കാൻ പോവല്ലേ? കണ്ടിട്ട് വരാം അമ്മേ. കുട്ടികൾക്ക് കുറച്ച് എൻകറേജ്മെന്റ് ആകുമല്ലോ. അതെ, കൊടുക്കണല്ലോ. 3 കുട്ടികളെ വിജയിപ്പിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ വീട്ടിലിരുന്നാ മതി. സാരമില്ല, വന്നോട്ടെ. കുട്ടികളെ മത്സരത്തിൽ ജയിക്കണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അമ്മ? അതുകൊണ്ടല്ലേ? അതെ അതെ, ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവരത് കാണാനാണോ പോകുന്നത്, അതോ അത് കൊളമാക്കാനാണോ പോകുന്നത്? ഇളയമേ, ഫംഗ്ഷന് ടൈമായി, നമുക്കെന്നാ ഇറങ്ങിയാലോ? ഇറങ്ങിക്കോ. All the best. പോയിട്ട് വരട്ടെ. പോയിട്ട് വരാട്ടെ. Good morning, ma'am. Good morning, children. നമസ്കാരം മാഡം. Hi, Abhi sir. How are you? ഫൈൻ മാം, ഓൾ ഗുഡ്. നമസ്കാരം ടീച്ചർ. Hi, ma'am. ഇവളാരാടി? പ്രിൻസിപ്പൽ ആണെന്ന് തോന്നുന്നു. ഇവളെന്താ നമ്മളോട് മിണ്ടില്ലേ? അതിന് നമ്മളെ അറിയണ്ടേ? സുഷ്മിത, എന്താ സുഷ്മിത, നോക്കിയൊക്കെ നടക്കണ്ടേ? താങ്ക് യു ഉണ്ണി. ഉണ്ണി വളരെ നല്ല കുട്ടിയാ സർ. മാനേഴ്സ് ഉണ്ട്, വെൽ കെയറിംഗ് ആണ്, പിന്നെ ഫ്രണ്ട്ലിയുമാണ്. സ്റ്റഡീസിന്റെ കാര്യത്തിലും ടോപ്പിലാണ്. ഉണ്ണി മാത്രല്ല, ഞങ്ങളുടെ അനുവും കീർത്തി നല്ല കുട്ടികളാ. കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് മാഡം. പക്ഷെ ഉണ്ണി എപ്പോഴും സ്പെഷ്യൽ കിഡാണ്. ശരിക്കും നിങ്ങളുടെ മകൻ വണ്ടർ കിഡാണ്. അതെ, ഉണ്ണി ഗ്രേറ്റാ. നമ്മള് പിള്ളേരെ ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ടീച്ചർ ഉണ്ണിയെ ആകാശത്തോളം ഉയർത്താണല്ലോ. നമ്മൾ വന്നത് തന്നെ അനുവിനെ തോൽപ്പിച്ച് വസുവേട്ടത്തെ നാണം കെടുത്താനല്ലേ. ആദ്യം ആ കാര്യം നോക്കാം. ശരി, വരൂ, അകത്തേക്ക് പോകാം. യാ, ഷുവർ.
ഡിയർ പേരൻസ് ആൻഡ് ചിൽഡ്രൻസ്, ഈ ഗെയിമിൽ രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് പങ്കെടുക്കണം. നിങ്ങളുടെ കുട്ടികളെ ജയിപ്പിക്കാനുള്ള അവസരം ഈ ഗെയിമിൽ രക്ഷിതാക്കൾക്ക് ലഭിക്കും. ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ രക്ഷിതാക്കള് മക്കളുടെ കാല് അവരുടെ കാലിനോട് ചേർത്ത് കെട്ടി നടക്കണം. അതിലാരാണോ ഇവിടെ നിന്ന് ആ പോയിന്റ് വരെ ആദ്യം നടന്നെത്തുന്നത് അവരാണ് വിന്നർ. സോ ആരെല്ലാം പങ്കെടുക്കുന്നു അവരെല്ലാം മുന്നോട്ട് വരിക. അനു, നമുക്ക് രണ്ടുപേർക്കും പോയാലോ? ഓക്കേ അമ്മേ. ഉണ്ണി, നമുക്ക് രണ്ടുപേർക്കും പോവാം. കം. ഞാനും അച്ഛനും അഥവാ പങ്കെടുത്ത അച്ഛൻ എന്നെ ജയിപ്പിക്കത്തോളൂ. അനു അമ്മയും തോറ്റു. മത്സരത്തിൽ അനു ജയിക്കണം. സോറി അച്ഛാ, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. എനിക്ക് കാലില് നല്ല വേദനയുണ്ട്. ഇത്രയും നേരം ഉണ്ണിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എനിക്ക് ഇപ്പോഴാ കാലുവേദന തുടങ്ങിയത് കീർത്തി. ഉണ്ണി, നോ പ്രോബ്ലം, ഞാനിവിടെ ഉണ്ടല്ലോ. കം. പ്ലീസ് അച്ഛാ. ഈ ഗെയിമില് അനു പങ്കെടുത്തോട്ടെ. ആർ യു ഷുവർ? ഷുവർ അച്ഛാ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ് അനു. ഓൾ ദ ബെസ്റ്റ് അനു. ഓൾ ദി ബെസ്റ്റ് അനു. ആ വസുന്ധര, താങ്ക് യു. എന്താ ഈ ഉണ്ണി മത്സരത്തിൽ പങ്കെടുക്കാത്തെ? ഇതുവരെ ആന്റിക്കത് മനസ്സിലായില്ലേ? അനുവിനെയും വസേട്ടത്തെയും ജയിപ്പിക്കാൻ വേണ്ടി ഉണ്ണി പങ്കെടുക്കാതെ ത്യാഗം ചെയ്യുവാ. അവന്റെ ത്യാഗം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവരുത്. എന്തു വന്നാലും ശരി, അനുവും വസുവും ജയിക്കാൻ പാടില്ല. അതില് ആ മത്സരത്തില് അവൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. പകുതിയിൽ വെച്ച് നിർത്തി തോറ്റ് തുന്നം പാടണം. കം ഓൺ അനു, അനു. Come on, come on, come on. അനു, കം ഓൺ. ഈ ഗെയിമിൽ വസുവേട്ടത്തെ അനുവിനെ ജയിപ്പിക്കുന്ന തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യ ആന്റി. അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു, നീ കണ്ടോ? അനുവിന്റെ വസുവിന്റെ മുന്നിൽ എന്താണെന്ന് നോക്ക്. അത് എപ്പോഴാ അറേഞ്ച് ചെയ്തേ ആന്റി? അതൊക്കെ അറേഞ്ച് ചെയ്തു. ഇനി എന്താ നടക്കാൻ പോകുന്നത് നീ കണ്ടോടി.
വസുന്ധര വസുന്ധര ഏയ് സാർ, ഈ ഗെയിം കഴിയുന്നവരെ നിങ്ങൾ അവിടേക്ക് പോകരുത് പ്ലീസ്. വസുന്ധര തിരിച്ച് കയറി വാ. അനു സ്റ്റോപ്പ്. കാലിൽ കുപ്പിച്ചില് കയറിയിരിക്കുകയാണ്. ഇനി അധികം നേരം അവിടെ നിൽക്കും. അവളുടെ ഒരു ധൈര്യം കണ്ടില്ലേ? കാർ ഇത്രയും മുറിഞ്ഞിട്ടും അവള് ചാടി ചാടി പോന്ന കണ്ടോ? അവര് ജയിക്കുന്ന തോന്നുന്നേ. വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യാനടി? ഈ മത്സരത്തിൽ അവള് ജയിക്കുന്ന തോന്നുന്നത്. നിങ്ങളോട് ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞല്ലേ? പിന്നെ എന്താ പറഞ്ഞ കേൾക്കാതെ മുമ്പോട്ട് തന്നെ പോയത്? അനുവിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാ.